കോളേഴ്സിൻ്റെ കട്ടിങ്സ് എടുത്തതാണ്. കുറച്ച് വെർട്ടിക്കൽ പോട്ട്സിൽ നമുക്ക് കോളേഴ്സ് നട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് കോളേഴ്സിൻ്റെ കട്ടിങ്സ് എടുത്താണ് ഞാൻ. കണ്ടോ, എൻ്റെ അടുത്ത് ഒരാളിരിക്കുന്നുണ്ട്. അടുത്തല്ല, അപ്പുറത്ത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാവരും വരുമെന്ന്. ഇവിടെ ആരും വളർത്തുന്നില്ല, പക്ഷേ ഇവിടെ എല്ലാവരും വരും പോകും, വരും പോകും അങ്ങനെ. അപ്പോൾ ഇവർ ഈ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഇവർ ഈ വഴി ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് കയറും. ഇങ്ങനെയാണ് അവരുടെ പരിപാടി. ഇവർ ഈ മഴ കഴിയുന്ന ദിവസങ്ങളിൽ തീറ്റ തേടാൻ ഇറങ്ങുന്നവരാണ്. കണ്ടോ, ഇവിടെ ഒരാൾ കസർത്ത് കാണിക്കുന്നുണ്ടോ? പലതരം കസർത്തുകളൊക്കെ കാണിക്കും. ഇപ്പോൾ കുറച്ച് വെയിലുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇവർ ഇറങ്ങൂ. മഴ ഉണ്ടെങ്കിൽ പാവങ്ങൾ പുറത്തിറങ്ങില്ല. അപ്പോൾ ഈ ഫുഡൊക്കെ അവരിങ്ങനെ കഴുത്തിനടിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കും. ഇവർ അവർക്ക് വീടുണ്ടോ അറിയില്ല. മരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ താമസിക്കുകയായിരിക്കും അല്ലേ, വീടുണ്ടാക്കൊന്നും ഉണ്ടാവില്ല. ഇനി ഒരാൾ കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഗ്രീൻ നെറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുക. എപ്പോൾ ചാടും, എങ്ങോട്ട് ചാടും എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇരുത്താണ് അത്. ഇതൊരു സിൽവർ ഓക്ക് ട്രീയാണ്. ഇതിൻ്റെ മുകളിൽ വേറൊരാളും കൂടി താമസമുണ്ട്. അതൊരു മലയണ്ണാനാണ്. നല്ല ഭംഗിയാണ് മലയണ്ണാനെ കാണാൻ. ഒരു ഗോൾഡൻ ഓറഞ്ച് കളറിലുള്ള ഫറൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആളങ്ങനെ കാണാൻ കിട്ടില്ല. ചില സമയങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി വന്ന് ഈ പൈൻ ട്രീസിൻ്റെയൊക്കെ മുകളിലോട്ട് കയറിപ്പോവും. സിൽവർ ഓക്കിൻ്റെ മുകളിൽ നിന്ന് വന്ന് പൈൻ ട്രീൻ്റെ മുകളിലേക്ക് കയറും. ഇതാണ് അയാളുടെ സ്ഥിരം പരിപാടി. എന്നിട്ട് അങ്ങനെ ചാടിപ്പോവും. ഇവർ കുറേ നേരമായി അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്താണാവോ ആലോചിക്കുന്നത്. നോക്കാം. അപ്പം ഞാനേ വന്ന കാര്യം മറന്നു. കോളേഴ്സ് കട്ടിങ് എടുക്കാൻ വന്നതായിരുന്നു. ഇത് കണ്ടോ, ഇതൊരു ചുവന്ന ഡാലിയാണ്. കിഴങ്ങുന്നുണ്ടായ ഡാലിയാണ് കേട്ടോ. ചുവന്ന ഡാലിയ നിറയെ മൂട്ടുണ്ടായിട്ടുണ്ട്. നമ്മൾ ഡാലിയ വളർന്നു കഴിയുമ്പോൾ കുറേശ്ശെ തണ്ടൊക്കെ ഒടിച്ച് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ അവർ നിറയെ പൂക്കളുണ്ടാവും. അപ്പുറത്ത് നിൽക്കുന്നത് മഞ്ഞ ഡാലിയാണ്. ഇത് ചുവപ്പ് ഡാലിയ. ഇത്